ഹലോ ഗൈസ്, കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. 1 വീക്ക് ആവാൻ വേണ്ടി പോകുന്നു. ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പം ഞങ്ങളൊരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പിന്നെ അടുത്ത സൺഡേ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അത്രയും ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക് 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ദിവസത്തേക്കും പച്ചക്കറി, പിന്നെ അതിൻ്റെ കൂടെ ചാറുകറി എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ, പിന്നെ സാലഡിൻ്റെ സാധനങ്ങൾ അങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും സവോള വേറെ, ഉള്ളി വേറെ, പച്ചമുളക് വേറെ, അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ഇവർക്ക് മെസ്സേജ് അയച്ച് വിടേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ട് നമ്മൾ അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും അവർക്കും നല്ല ഉപകാരമാണ്. കുറേ ഇങ്ങനെ സാധനങ്ങൾ തപ്പി നടക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള മാർക്കറ്റിലാണ് പോയത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 6 മണി മുതൽ ഒരു 8:30 വരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഈ ആൻറ്റിമാർ വന്നിട്ട് ഈ ഫ്രണ്ടിലെ റോഡിൻ്റെ 2 സൈഡിലും വന്നിട്ട് ഇങ്ങനെ പച്ചക്കറികൾ വിൽക്കാൻ വേണ്ടി ഇരിക്കും. നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ നല്ലത് നോക്കി എടുക്കുമായിരുന്നു. ഈ ആൻറ്റിയുടെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് നോക്കുന്ന മെഷീൻ കംപ്ലൈൻ്റ് ആയി പോയിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുമായിരുന്നു തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. എന്താണ് സംഭവം എന്ന് പറയത്തില്ല. ഇത് ഛത്തീസ്ഗഡിലാണ് എന്തൊക്കെയോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി അല്ലാത്തത് കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും മനസ്സിലായില്ല. കുഞ്ഞില്ലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിലാണ് പോയത്. അങ്ങനെ നല്ല ചൂടുണ്ട് പുറത്ത്. കൊച്ചിനെ അഖിലിൻ്റെ കയ്യിൽ വീട്ടിലേൽപ്പിച്ചിട്ടാണ് പോയത്. കുറേ നാൾക്ക് ശേഷമാണ് സ്കൂട്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അങ്ങനെ വീട്ടിലത്തേക്കും 1 വീക്കിലേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരുവാ തുന്തുക്കുട്ടി കളിക്കുന്നത് നോക്കാൻ വേണ്ടി. അപ്പോൾ അവർ സിമ്രാൻ എടുത്തുകൊണ്ട് പോയി.